അടുത്തടുത്ത രണ്ട് ഇരട്ടസംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 289 ലഭിക്കും. സംഖ്യയുടെ തുക എന്ത്? ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മുടെ PSC എക്സാമിന് വരുന്നതാണ്. ചെയ്യാൻ ഒന്നുമില്ല, വളരെ എളുപ്പം. ദാ എന്താണ് ഇവിടെ തന്ന ഉത്തരം? 289 അല്ലേ? 289. വളരെ ഈസിയാണ്. സ്ക്വയർ റൂട്ട് എടുക്കുക. എന്തിൻ്റെ? 289. 289ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. എന്താണ് സ്ക്വയർ? അറിയാമല്ലേ? 17 നമുക്ക് ആൻസർ. പ്ലസ് ആ കിട്ടുന്ന 17ന്റെ ഇരട്ടി എടുക്കുക. എന്താണ്? 17ന്റെ ഇരട്ടി. അതായത് കിട്ടുന്ന ഉത്തരം 34 ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയില്ലേ? സോ സിമ്പിൾ. അപ്പൊ എന്താണ് ഇത്തരം ചോദ്യം? അടുത്തടുത്ത രണ്ട് ഇരട്ടസംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 289 ലഭിക്കും. സംഖ്യകളുടെ തുക എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നും നോക്കാനില്ല. തരുന്ന 289 ആ ഉത്തരം എടുക്കുക, അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, ആ കിട്ടുന്ന ആൻസറിന്റെ ഇരട്ടി എടുത്താൽ ആൻസറായി. ഒരു ചോദ്യം കൂടെ നോക്കാം. അടുത്തടുത്ത രണ്ട് ഇരട്ടസംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 441 ലഭിക്കും. എങ്കിൽ ആ സംഖ്യകളുടെ തുക എന്ത്? കണ്ടെത്താൻ വളരെ എളുപ്പമല്ലേ? 441 എന്താണ്? 441ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. എന്താണ് 441ന്റെ സ്ക്വയർ റൂട്ട്? 21. 21ന്റെ ഇരട്ടി എടുത്താൽ മതി. 42 നമ്മുടെ ആൻസർ. എന്ത് എളുപ്പത്തിൽ ചെയ്യാം. ഇവിടെ ഇരട്ടസംഖ്യ ആണെങ്കിൽ മാത്രമല്ല, ഒറ്റ സംഖ്യ ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ദാ ഒരു ക്വസ്റ്റ്യൻ നോക്കി. ഒറ്റ സംഖ്യയുടെ അടുത്തടുത്ത രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 144 ലഭിക്കും. എങ്കിൽ ആ സംഖ്യകളുടെ തുക എത്ര? ഇവിടെ എന്താ തന്നേക്കുന്നത്? ഒറ്റ സംഖ്യയാണല്ലേ. ഇരട്ടസംഖ്യ ആയിക്കോട്ടെ ഒറ്റ സംഖ്യ ആയിക്കോട്ടെ ഒരു വ്യത്യാസവുമില്ല. നമുക്ക് ചെയ്യുന്ന പ്രോസസ്സ് ഒന്ന് തന്നെയാണ്. എന്താണ് ഇവിടെ? 144 ലഭിക്കും എന്നല്ലേ. ആ 144 എടുക്കുക, അതിന്റെ റൂട്ട് എടുക്കുക. എത്രയാണ് 144ന്റെ റൂട്ട്? 12 അല്ലേ. ആ 12ന്റെ ഇരട്ടി എത്രയാണ്? 24. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് ഒന്നും നോക്കണ്ട, എക്സോ വൈയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ എടുക്കുക, അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, കിട്ടുന്ന ആൻസറിന്റെ ഇരട്ടി എടുത്താൽ നമുക്ക് ആൻസർ ലഭിക്കും. സോ സിമ്പിൾ അല്ലേ? ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യില്ലേ? അപ്പോൾ ഇതാ നിങ്ങൾക്കായിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും ചെയ്യുക. ചെയ്ത് ഇതിന്റെ ഉത്തരം കമന്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ വീണ്ടും ഇതുപോലൊരു ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് വരും. വളരെ എളുപ്പത്തിൽ മാത്സ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.